വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ വീണ്ടും കോഴിക്കോട് നിന്നുള്ള യാത്ര തന്നെയാണ്. ബൈപ്പാസിൽ നമ്മൾ വെച്ച് നിർത്തിയെടുത്തുന്നത് വീണ്ടും തുടങ്ങുകയാണ്. ബൈപ്പാസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്യാവശ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 60% തന്നെ നമ്മൾ പുതിയ റോഡിലേക്ക് കൂടി തന്നെ, 60 അല്ല 70% മുകളിൽ പുതിയ റോഡിലേക്ക് കൂടി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട്. വേഗം തന്നെ നമുക്ക് യാത്ര പഴയതിലും കുറച്ചും കൂടി വേഗതയിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് വർക്ക് തീരുന്നതോടുകൂടി നമുക്ക് നല്ല രീതിയിലുള്ള യാത്ര പ്രദാനം ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മാത്രമല്ല, ഇത് കേരളത്തിലാണ് ഇതുപോലെ 6 ലൈൻ ലെവലിലുള്ള ഇത്രയും റോഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു സത്യാവസ്ഥ തന്നെയാണ്. കാരണം ഞാൻ പറയുമ്പോഴും എനിക്കൊരു ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി, പക്ഷെ പലയിടത്തും 3 ലൈൻസ് മറ്റ് തരത്തിലുള്ള റോഡുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലാണ് ഇത്രയും ദൂരത്തിൽ 500 സംതിങ് 600 റേഞ്ചിലുള്ള സിംഗിൾ ലെവലിലുള്ള ഒറ്റ റോഡ് ക്ലോസ്ഡ് ആക്സസ് ആയിട്ട് വരുന്നത്, എത്രയും ദൂരത്തിൽ വരുന്നത് ഇവിടെ മാത്രമാണ്. അത് ശരിക്കും 8 വരി പാത വരുന്നുണ്ട്. ചില ഇടങ്ങളിൽ മാത്രമാണ് അത് 6 ലൈൻ ആയി പോകുന്നത്. 90% 8 വരി തന്നെ വരുന്നുണ്ട്. മഴക്കാലാണ്. കഴിയുന്ന ആളുകളൊക്കെ വാഹനം പതുക്കെ ഓടിച്ച് ശ്രദ്ധിച്ചു പോകുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, സുഖകരമായി ഓടാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ വേഗത കൂട്ടി അവസാനം അപകടത്തിലേക്ക് വരുത്തരുത്, ശ്രദ്ധിക്കുക എല്ലാവരും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുപോലുള്ളൊരു റോഡ് സ്വപ്നം കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ജനസാന്ദ്രത എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയുടെ നടുവിലൂടെ നമ്മൾ കീറി മുറിച്ചുകൊണ്ട് ഒരു ബൈപ്പാസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എത്രയോ ആളുകളെ മാറ്റി പാർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പ്രശ്നം ആയിരുന്നു. പക്ഷേ ഇതൊരു 10-25 വർഷത്തിന്റെ മുകളിലായിട്ട് ഈ ഒരു കാരണം കൊണ്ട് മാത്രം തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര വരെ പറഞ്ഞിട്ടുണ്ട്, ഈ ചുങ്ക റോഡിന് സ്ഥലം അന്വേഷിച്ചിട്ട് എൻ്റെ പറമ്പിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ട് പല ഭാഗങ്ങളിലും എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉഴുതു മറച്ചുകൊണ്ട് വർക്ക് നടക്കുകയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ മതി കാര്യങ്ങൾ എത്രത്തോളം മുന്നിട്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എത്രയോ സമയമായി ഈ ഒരു നല്ല റോഡിലേക്ക് കൂടി തന്നെയാണ് യാത്ര. ഇത് 2 വശത്തേക്ക് കൂടി ആവുമ്പോൾ ഇതിൽ കൂടുതൽ വേഗതയിൽ നമുക്ക് പോകാൻ പറ്റും, വേഗത്തിൽ എത്തിച്ചേരാനും പറ്റും. നമ്മളിപ്പോ എന്താ പറയാ, പണ്ട് തലശ്ശേരിയിൽ നിന്ന് മാഹി എത്തണ്ടെങ്കിൽ, തലശ്ശേരി എന്നല്ല അങ്ങനെ പറയണ്ട, നമ്മൾ പറയുന്നത് ധർമ്മടം എത്തുന്നതിന് മുന്നേ മുഴപ്പലങ്ങാട് നിന്ന് മുതൽ മാഹി എത്തണ്ടെങ്കിൽ ശരിക്കും ഏതാണ്ട് 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ പോരാ, ഇപ്പൊ 2 മണിക്കൂർ എടുക്കും ബ്ലോക്ക് കൊണ്ട്. അപ്പൊ അതേ സമയത്ത് ഇപ്പോഴുണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുഴപ്പിലങ്ങാടെന്ന് കയറി അപ്പുറത്ത് പൂഴിത്തല, മാഹിക്ക് ഇപ്പുറമുള്ള പൂഴിത്തല എത്താൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റ് 15 മിനിറ്റ്. അത് ഓരോ വാഹനത്തിന്റെ കാറ്റഗറി അനുസരിച്ച് വേഗത മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിൽ നമ്മളെ യാത്രാ വേഗം, നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം, ഇപ്പം നമ്മൾ വിദേശത്തൊക്കെ പറയും നമ്മളൊരു 500 കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കവർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ഒരു ദൂരമൊക്കെ നമ്മൾ അതേപോലെ അത്ര വേഗതയിലല്ലെങ്കിലും കുറച്ചും കൂടി വേഗത കുറച്ചുകൊണ്ട് നല്ല രസകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് വലിയ ഗുണം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഇതിപ്പോ സർവീസ് റോഡിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മളെ നാട്ടുകാരും ഏതൊക്കെ എക്സിറ്റ് എങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മളെ വീട്ടിലെത്തുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി വന്നു ചേരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് നിന്ന് ആദ്യമായിട്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന എക്സിറ്റിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി അതിലൂടെ വന്ന് ഒരു ലോക്കൽ റോഡിലേക്ക് കയറണം എന്ന് പറയുന്ന ആ ഒരു രീതി നമ്മളും ഇനി മുതൽ ആവിഷ്കരിക്കും.
കോഴിക്കോട് നിന്ന് വരുമ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ നോക്കുമ്പോൾ 90% ഭാഗങ്ങളിലും വർക്ക് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ മാത്രമേ ശക്തമായ രീതിയിലുള്ള വർക്ക് നടക്കാതുള്ളൂ. ഈ ഒരു ജംഗ്ഷൻ മനസ്സിലാകുന്നുണ്ട്. ഈ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ താമരശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു ജംഗ്ഷനായിരുന്നു ഇത് അത്യാവശ്യം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു ജംഗ്ഷൻ അത്യാവശ്യം ഫ്ലൈ ഓവർ ജംഗ്ഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. കംപ്ലീറ്റ്ലി അണ്ടർപാസും അടിയിലേക്ക് കൂടി ഈ താമരശ്ശേരി റോഡിലേക്കും അതേപോലെ തന്നെ ഇത് മുകളിലൂടെ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കും പോകുന്ന ഒരു രീതിയായിരിക്കും ഇവിടെ അവലംബിക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് വഴി തന്നെയാണ് വണ്ടി വിടുന്നത്. ഇത് ഒരു സൈഡിലേക്ക് കൂടി തന്നെ രണ്ടും കൂടി വിടുന്നതുകൊണ്ടുള്ളൊരു ചെറിയൊരു കഞ്ചക്ഷൻ ഉണ്ടാവും. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അപ്പുറത്താവും. ആ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ മഴയായതുകൊണ്ട് കുറച്ചൊന്നും ഡിലേ ആവും. കാരണം വെച്ചാൽ പുതിയ റോഡിൻ്റെ വർക്ക് മഴയുള്ള സമയത്ത് നടത്താൻ പറ്റില്ലല്ലോ. ഭാഗത്താണ് നമ്മൾ അത്യാവശ്യം വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് ആ താഴത്തെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതിൻ്റെ കംപ്ലീഷൻ്റെ അടുപ്പിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നുണ്ടാവും ആ ലെവലിലാണ് പാലം വരുന്നത്. ആ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള മണ്ണാണ് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. നമ്മളിനിയിപ്പോൾ ഏതാണ്ട് എരഞ്ഞിക്കലിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. എരഞ്ഞിക്കൽ ഭാഗത്ത് എത്താറാകുമ്പോൾ നല്ല രീതിയിലുള്ള വീതിയിലൊരു റോഡ് സെറ്റായിട്ടുണ്ട്. ഈ 2 സൈഡല്ല 1 സൈഡിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. എരഞ്ഞിക്കൽ എത്താറാകുമ്പോൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ്ങും ഉണ്ടാവും. ആ ഫ്ലൈ ഓവർ എരഞ്ഞിക്കൽ ഫ്ലൈ ഓവറാണ്. അവിടെ ഈ ഒരു നമ്മളെ കോഴിക്കോടിൻ്റെ പഴയ ഭാഗത്തേക്കും പുതിയ ഭാഗത്തേക്കും പോകുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. നിറയെ നല്ല രീതിയിലുള്ള മാറ്റം. ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പ്രകടമായ മാറ്റം എന്ന് നമ്മൾ പറയുമല്ലോ, ആ പ്രകടമായ മാറ്റം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മളെ നാട്ടിൽ ഇതുപോലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ എല്ലാ ജനങ്ങളും അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ നല്ല കാര്യത്തിനും അത്യാവശ്യം പുറംതിരിഞ്ഞ് നിൽക്കും ചില സമയങ്ങളിൽ. അത് പ്രത്യേകിച്ചിട്ട് രാഷ്ട്രീയ ചിന്തയിലൂടെ വരുമ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിപ്രാവശ്യം അതില്ലാതെ കുറേ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ രാഷ്ട്രീയം എന്നത് നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലാതെ മുടക്കാനും ഒന്നും ചെയ്യിക്കാതിരിക്കാനും ഉള്ളതല്ല. അപ്പോൾ എപ്പോഴും അത് ആലോചിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എരഞ്ഞിക്കൽ നാളത്തേക്കുള്ള വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
find your way back home.